Hello, all my beautiful souls. Welcome back to my channel. I hope all my friends are safe and doing awesome today. So, in the reading is about or it's for single, okay? സിംഗിൾ ആയിട്ടുള്ള ആൾക്കാർ, ഓക്കെ, നിങ്ങളിപ്പോൾ സിംഗിൾ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ നെക്സ്റ്റ് റിലേഷൻഷിപ്പ് ആരാണ് നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നത്, എപ്പോഴാണ് നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങളുടെ നെക്സ്റ്റ് ലവ് അല്ലെങ്കിൽ നെക്സ്റ്റ് റിലേഷൻഷിപ്പ് വരുന്നത് എന്നൊക്കെയാണ് ഇന്ന് നമ്മൾ ടാരോറ്റ് എഴുതി ചോദിക്കുന്നത്. സോ സിംഗിൾസിന് വേണ്ടിയിട്ടുള്ള സ്പെഷ്യൽ റീഡിംഗ് ആണ്. ഞാനിവിടെ 3 കാർഡ്സ് എടുത്ത് വെച്ചിട്ടുണ്ട്. സോ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ അട്രാക്ഷൻ തോന്നുന്ന ഒരു നമ്പർ, ഓക്കെ, ഒരു നമ്പർ നിങ്ങൾ സെലക്ട് ചെയ്യുക ആൻഡ് ദെൻ വി വിൽ സ്റ്റാർട്ട്. സോ നമുക്ക് കാർഡ് നമ്പർ 1, കാർഡ് നമ്പർ 2 ആൻഡ് കാർഡ് നമ്പർ 3. സോ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ അട്രാക്ഷൻ തോന്നുന്ന ഒരു കാർഡ് സെലക്ട് ചെയ്യുക അല്ലെങ്കിൽ നമ്പർ സെലക്ട് ചെയ്യുക ആൻഡ് ദെൻ വി വിൽ സ്റ്റാർട്ട്. Alright, let's start with number 1. Number 1 select ചെയ്ത ആൾക്കാർ, number 1 select ചെയ്ത സിംഗിൾ ആൾക്കാർ, who is coming towards you, your next relationship? Are they from your past or new person? Is it your soulmate? Let's ask. Single, who is coming towards you? Card number 1. Your next relationship, who is coming towards you? Are they from the past or new person? Card number 1, select ചെയ്ത ആൾക്കാർ, who is coming towards you? When is your next relationship? Are they from the past or new person? Card number 1 select ചെയ്ത ആൾക്കാർ, your next relationship. Okay, let's ask who is coming towards you. ഓക്കെ, മേ ബി നിങ്ങൾ റിലേഷൻഷിപ്പിനൊക്കെ വേണ്ടിയിട്ട് മാനിഫെസ്റ്റ് ഒക്കെ ചെയ്യുന്ന സമയമായിരിക്കും. ഓക്കെ, മാനിഫെസ്റ്റ് ജോബ്, കോൺവെർസേഷൻ, അല്ലെങ്കിൽ മേ ബി യു ആർ ഓൾസോ ട്രൈങ് ടു അട്രാക്ട് സംബഡി ഫ്രം യുവർ പാസ്റ്റ്. ഓക്കെ, മേ ബി നിങ്ങളുടെ എക്സിനോ അല്ലെങ്കിൽ അങ്ങനെ ആരെങ്കിലും നിങ്ങളുടെ ലൈഫിലേക്ക് അട്രാക്ട് ചെയ്യാനുള്ളൊരു ചാൻസും കൂടെ കാണുന്നുണ്ട്. എല്ലാവർക്കും അല്ല, കാർഡ് നമ്പർ 1 സെലക്ട് ചെയ്ത കുറച്ച് ആൾക്കാർക്ക്. ഓക്കെ, സോ നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നൊരു സമയമാണ്, അല്ലെങ്കിൽ റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്ന ഒരു സമയം കൂടിയാണ്. ഓക്കെ, സോ നേരത്തെ പറഞ്ഞ പോലെ മേ ബി നിങ്ങൾ ഓൾറെഡി ഒരു റിലേഷൻഷിപ്പിലായിരിക്കാം. ഓക്കെ, അതൊരു തേർഡ് പാർട്ടി റിലേഷൻഷിപ്പിലായിരിക്കാം, വേറെ ലൈഫ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ വേറെ ആരെങ്കിലും ഉണ്ടായിരിക്കാം. മേ ബി അവർക്കോ നിങ്ങൾക്ക് വേറെ ഫാമിലി ഉണ്ടായിരിക്കാം. ഓക്കെ, ഫാമിലി മക്കളൊക്കെ ഉണ്ടായിട്ടുണ്ടാവാം, എസ്പെഷ്യലി അവർക്ക്. ഓക്കെ, നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ആയ ആൾ നിങ്ങളെ മേ ബി ഒരു തേർഡ് പാർട്ടിയിലിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ആയിരിക്കും. ഓക്കെ, മേ ബി നിങ്ങൾ ആ ഒരു സിറ്റുവേഷന് മൂവ് ഓൺ ചെയ്യുന്ന സമയം കൂടി ആയിരിക്കാം. സോ അതാണ് നിങ്ങളൊരു കറന്റ് സിറ്റുവേഷൻ എന്ന് കാണിക്കുന്നത്. ഹൂ ഇസ് കമ്മിങ് ടുവേർഡ്സ് യു? കാർഡ് നമ്പർ 1. സോ നിങ്ങൾ ആ ഒരു സിറ്റുവേഷന് മൂവ് ഓൺ ചെയ്യണം. ഓക്കെ, നിങ്ങൾക്ക് അങ്ങനെ ഒരു ഓൾറെഡി നിങ്ങളെ റിലേഷൻഷിപ്പിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ വ്യക്തി നിങ്ങളെ മേ ബി തേർഡ് പാർട്ടിയിൽ ഇട്ടിട്ടുണ്ടാവും, അവരുടെ ലൈഫിൽ വേറെ ആരെങ്കിലും ഒക്കെ ഉണ്ടായിട്ടുണ്ടാവാം. സോ അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ യു ഹാവ് ടു മൂവ് ഓൺ ഫ്രം ദ സിറ്റുവേഷൻ. ഓക്കെ, ഐ ക്യാൻ സീ ദാറ്റ് നിങ്ങൾ ആ ഒരു സെയിം ആൾ തന്നെയാണ് ലൈഫിലേക്ക് വീണ്ടും അട്രാക്ട് ചെയ്യുന്നത്. ഡോണ്ട് ഡു ദാറ്റ്, യു ഹാവ് ടു മൂവ് ഫ്രം ദ സിറ്റുവേഷൻ. സി, യു ആർ സ്റ്റിൽ ജഗ്ലിംഗ് വിത്ത് ദാറ്റ്. ഓക്കെ, യു ആർ നോട്ട് ഏബിൾ ടു ലെറ്റ് ഗോ ഓഫ് ദാറ്റ്. നിങ്ങളിപ്പോഴും അത് റിലേഷൻഷിപ്പ് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ അല്ലെങ്കിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നുണ്ടാവും, കാരണം നിങ്ങൾ ഇമോഷണലി അറ്റാച്ച്ഡ് ആണ്. ഓക്കെ, ഈ ഒരു കാര്യത്തിൽ ഇമോഷണലി അറ്റാച്ച്ഡ് ആയിട്ടുള്ള നിൽക്കുന്ന ഒരു സമയം കൂടിയാണ്. 2 കാര്യങ്ങളൊക്കെ മേ ബി നിങ്ങളുടെ ലൈഫിലായിരിക്കും 2 ഓപ്ഷൻസ് ഉണ്ടാവാം നിങ്ങളുടെ ലൈഫിൽ. പക്ഷെ നിങ്ങളെപ്പോഴും ആ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുന്ന ഒരു സമയം കൂടിയാണ്. അതുപോലെ തന്നെ ഫിനാൻഷ്യലി നിങ്ങൾ സിറ്റുവേഷൻസ് ഒക്കെ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ ശ്രമിക്കുന്ന ഒരു സമയം കൂടിയായിരിക്കാം. ഓൾറൈറ്റ്, സോ കാർഡ് നമ്പർ 1 സെലക്ട് ചെയ്ത ആൾക്കാർക്ക് നിങ്ങൾക്ക് റീസെൻ്റ് ആയിട്ടുള്ള എന്തെങ്കിലും ബ്രേക്കപ്പ് ഉണ്ടായിട്ടുണ്ടാവാം, എസ്പെഷ്യലി നിങ്ങൾ തേർഡ് പാർട്ടിയിൽ ഇട്ടിട്ടുണ്ടായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ്. ഓക്കെ, യു ഹാവ് ടു മൂവ് ഓൺ ഫ്രം ദ സിറ്റുവേഷൻ, അല്ലെങ്കിൽ നിങ്ങൾ ഓൾറെഡി ആ ഒരു സിറ്റുവേഷന് മൂവ് ഓൺ ചെയ്തിട്ടുണ്ടായിരിക്കാം. ഓക്കെ,
Okay, card number 1, you are not ready to let go of this past person, and that's why you are blocking all other blessings. Okay, so നിങ്ങൾ ഇപ്പോഴും ആ ഒരു സിറ്റുവേഷനിൽ തന്നെ സ്റ്റക്ക് ചെയ്ത് നിൽക്കുകയാണ്. ആ സിറ്റുവേഷൻ തന്നെ ഇപ്പോഴും ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ ശ്രമിക്കുന്ന സമയമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വരുന്ന ബ്ലെസ്സിങ്സ് ഒക്കെ നിങ്ങൾ സ്റ്റോപ്പ് ചെയ്യാണ്. ഒരുപാട് ബ്ലെസ്സിങ്സ് ഉണ്ട് റിലേഷൻഷിപ്പിലായാലും അല്ലെങ്കിൽ ലൈഫിൽ വേറെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ പോലും ആ ബ്ലെസ്സിങ്സ് ഒക്കെ നിങ്ങൾ സ്റ്റോപ്പ് ചെയ്യാണ്. ബിക്കോസ് നിങ്ങളെപ്പോഴും പഴയ കാര്യത്തിൽ അല്ലെങ്കിൽ ആ ഒരു പെയിനിൽ തന്നെ നിൽക്കുകയാണ്. ഓക്കെ, യു ഹാവ് ടു മൂവ് ഓൺ ഫ്രം ദി സിറ്റുവേഷൻ. ഹൂ ഈസ് കമ്മിങ് ടുവേർഡ്സ് യു? സി യുവർ മാനിഫെസ്റ്റേഷൻ ഇസ് നോട്ട് വർക്കിംഗ് പ്രോപ്പർലി ബിക്കോസ് നിങ്ങളിപ്പോഴും പഴയ കാര്യത്തിൽ തന്നെ സ്റ്റക്ക് ചെയ്ത് നിൽക്കുന്നുണ്ട്. നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ ഒന്നും പ്രോപ്പറായിട്ട് വർക്ക് ആവുന്നുണ്ടാവില്ല. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിച്ച പോലെ കാര്യങ്ങളൊന്നും വർക്ക് ആവുന്നുണ്ടില്ല. നിങ്ങളിവിടെ മാനിഫെസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്, പക്ഷെ അതൊന്നും റിയാലിറ്റിയിലേക്ക് വരുന്നുണ്ടാവില്ല. അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിച്ച പോലെ കാര്യങ്ങളൊന്നും വരുന്നില്ല. Alright, who is coming towards you? Card number 1. സോ നിങ്ങളുടെ പാസ്റ്റിൽ നിങ്ങൾക്ക് റിലേഷൻഷിപ്പിലുള്ള ആളായിട്ട് അല്ലെങ്കിൽ ആ ആൾ നിങ്ങളുടെ ലൈഫിലേക്ക് തിരിച്ചു വരാനുള്ള ഒരു ടെൻഡൻസി ഉണ്ട്. ഓക്കെ, ആൾക്ക് നിങ്ങളോടുള്ള എസ്പെഷ്യലി നിങ്ങളോടുള്ള ഒരു പാഷൻ ഉണ്ട്, ആ ഒരു ഫിസിക്കൽ അറ്റാച്ച്മെന്റ് അല്ലെങ്കിൽ ആ ഒരു ഫിസിക്കൽ ഡിസയർ ഉണ്ട്. ആൻഡ് അതുകൊണ്ട് തന്നെ ആ വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് വീണ്ടും തിരിച്ചു വരുന്നത് കാണുന്നുണ്ട്. പക്ഷേ അത് നിങ്ങൾക്ക് ഒരുപാട് പെയിൻഫുൾ ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ആയിരിക്കും. ഓക്കെ, കാരണം നിങ്ങളെ തേർഡ് പാർട്ടിയിൽ ഇട്ടിട്ടുള്ള ഒരു റിലേഷൻഷിപ്പാണ്. അതല്ലാന്നുണ്ടെങ്കിൽ അവരുടെ ലൈഫിൽ വേറെ എന്തെങ്കിലും കാര്യം ഉണ്ടായിരിക്കും. ഓക്കെ, നിങ്ങൾ ഒരുപാട് ഹേർട്ട് ചെയ്തിട്ടുള്ളൊരു റിലേഷൻഷിപ്പാണ്. ആ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് നിങ്ങൾ മുന്നോട്ട് പോകണം. ഓക്കെ, അത് മൂവ് ഓൺ ചെയ്ത് പോകണം. അത് പോവാത്തതുകൊണ്ടാണ് നിങ്ങൾക്ക് വരുന്ന ബ്ലെസ്സിങ്സ് ഒക്കെ നിങ്ങൾ ബ്ലോക്ക് ചെയ്യുന്നത്. ഓക്കെ, നിങ്ങൾ പോലും അറിയുന്നില്ല. കാരണം നിങ്ങൾ ഈ ഒരു പഴയ കാര്യത്തിൽ സ്റ്റക്കായിട്ട് നിൽക്കുകയാണ്. അതുകൊണ്ടാണ് നിങ്ങൾ ലൈഫിലേക്ക് വരുന്ന മറ്റുള്ള ബ്ലെസ്സിങ്സ് അല്ലെങ്കിൽ ലൈഫിലുള്ള മറ്റു കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുന്നില്ല. ബിക്കോസ് യു ആർ സ്റ്റിൽ സ്റ്റക്ക് വിത്ത് ദിസ് പേഴ്സൺ. Card number 1, singles who is coming towards you. Are they from the past or a new person? Are they from the past or a new person? Card number 1. Past nulla aalano or new person? Give the right card. Single who is coming towards you. Are they from the past or new person? Are they from the past or new person? സോ കാർഡ് നമ്പർ 1, നിങ്ങളുടെ ലൈഫിലേക്ക് സിംഗിളായിട്ടുള്ള നിങ്ങളുടെ ലൈഫിലേക്ക് വീണ്ടും വരുന്നത് നിങ്ങളുടെ പാസ്റ്റ് എന്നുള്ള ആൾ തന്നെയാണ്. ഓക്കെ, കാരണം നിങ്ങൾക്ക് ആ ഒരു സിറ്റുവേഷൻ മൂവ് ഓൺ ചെയ്യാൻ പറ്റുന്നില്ല. നിങ്ങൾ ആ സെയിം കാര്യം തന്നെയാണ് നിങ്ങളുടെ ലൈഫിലേക്ക് അട്രാക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓൾറൈറ്റ്, സോ ദിസ് പേഴ്സൺ ഈസ് കമ്മിങ് ബാക്ക് ടു യുവർ ലൈഫ്. നിങ്ങളുടെ ലൈഫിലേക്ക് തിരിച്ചു വരുന്നുണ്ട്. നിങ്ങൾ രണ്ടാളും ഈ ഒരു സിറ്റുവേഷന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്ന ഒരു സിറ്റുവേഷനാണ്. ഓക്കെ, നിങ്ങൾ രണ്ടാളും റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഈവൻ ആ ഒരു തേർഡ് പാർട്ടി നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ആ ഒരു തേർഡ് പാർട്ടി ഉണ്ടായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പോലും രണ്ടാളും ഈ ഒരു റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. ഓൾറൈറ്റ്, സോ മേ ബി അവരുടെ ലൈഫിൽ വേറെ ആരെങ്കിലും ഉണ്ടായിട്ടുണ്ടാവാം, അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ വേറെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടാവാം, അല്ലെങ്കിൽ ഈ റിലേഷൻഷിപ്പ് കൺട്രോൾ ചെയ്യുന്ന ആരെങ്കിലും വ്യക്തികളായിരിക്കാം, മറ്റെന്തെങ്കിലും കാര്യങ്ങളായിരിക്കാം. അതായിരിക്കാം നിങ്ങൾ തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പിൽ ഒരു ഗ്യാപ്പ് വരാൻ കാരണം, അല്ലെങ്കിൽ ആ ഒരു തേർഡ് പാർട്ടി അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷൻ വരാൻ കാരണം നിങ്ങളുടെ ലൈഫിൽ അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഇൻവോൾവ് ആയിട്ടുള്ള മറ്റാരെങ്കിലും അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങളായിരിക്കാം. ഓക്കെ, നിങ്ങളിപ്പോഴും പാസ്റ്റിലുള്ള ആളെ തന്നെയാണ് നിങ്ങളുടെ ലൈഫിലേക്ക് അട്രാക്ട് ചെയ്യുന്നത്. അതുകൊണ്ട് ആ വ്യക്തി തന്നെയാണ് നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നത്. ഓൾറൈറ്റ്, കാർഡ് നമ്പർ 1 സെലക്ട് ചെയ്ത ആൾക്കാർ, സിംഗിൾ ആയിട്ടുള്ള ആൾക്കാർ നിങ്ങളുടെ ലൈഫിലേക്ക് തിരിച്ചു വരുന്നത് പാസ്റ്റ് എന്നുള്ള ആൾ തന്നെയാണ്. പക്ഷെ അത് അത്ര ഈസി ആയിരിക്കില്ല. ഓക്കെ, നിങ്ങൾക്ക്
അത്ര സന്തോഷം തരുന്ന ഒരു റിലേഷൻഷിപ്പ് ആയിരിക്കില്ല. നിങ്ങൾ വീണ്ടും ആ ഒരു പെയിൻഫുൾ ആയിട്ടുള്ള സിറ്റുവേഷനിൽ കൂടെ തന്നെ പോകേണ്ടി വരും. കാരണം ഈ റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകുക എന്ന് പറയുന്നത് അത്ര ഈസി ആയിരിക്കില്ല. നിങ്ങൾ തമ്മിൽ മാരേജിലേക്ക് പോകാനുള്ള സിറ്റുവേഷൻസ് ഒക്കെ കാണുന്നുണ്ട്. കാരണം ഈ വ്യക്തി എന്തായാലും നിങ്ങളുടെ ലൈഫിലേക്ക് തിരിച്ചു വരും. ഓക്കെ, ഈ വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് തിരിച്ചു വരും. കാരണം അവർക്ക് നിങ്ങളോട് സംസാരിക്കണം. ഓക്കെ, നിങ്ങളുടെ അടുത്ത് സംസാരിക്കാൻ ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ്. അതുപോലെ തന്നെ അവർക്ക് നിങ്ങളോടുള്ള ഒരു ഫിസിക്കൽ അട്രാക്ഷൻ ഉണ്ട്. ഓക്കെ, നിങ്ങളോടുള്ള ഒരു ഫിസിക്കൽ അട്രാക്ഷൻ, ഒരു ഫീലിങ്സ് ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെ ഈ വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് ഡെഫിനറ്റ്ലി തിരിച്ചു വരും. ഈ വ്യക്തിക്ക് നിങ്ങളുടെ അടുത്ത് സംസാരിക്കണം. ഓക്കെ, സംസാരിക്കാതിരിക്കാൻ പറ്റുന്നില്ല, അതാണ് കാണുന്നത്. സംസാരിക്കാതിരിക്കാൻ പറ്റുന്നില്ല. രണ്ടാളും എസ്പെഷ്യലി നിങ്ങൾ ഈ വ്യക്തിനെ ലൈഫിലേക്ക് മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ, ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ അവരുടെ ലൈഫിൽ വേറെ ആരെങ്കിലും, അല്ലെങ്കിൽ ഈ റിലേഷൻഷിപ്പിൽ ബ്രേക്ക് ചെയ്യുന്ന, റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും ഡിസ്റ്റൻസ് വരുത്തുന്ന വേറെ എന്തെങ്കിലും റിലേഷൻഷിപ്പ് ആയിരിക്കാം, വ്യക്തി ആയിരിക്കാം, വേറെ മറ്റെന്തെങ്കിലും കാര്യമായിരിക്കാം. ഓക്കെ, അതുകൊണ്ടാണ് ഈ റിലേഷൻഷിപ്പിൽ ഒരു ഗ്യാപ്പ് വരാൻ കാരണം. നിങ്ങളുടെ ലൈഫിൽ നിങ്ങളിപ്പോഴും അവരെ തന്നെ എക്സ്പെക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് തന്നെ തിരിച്ചു വരുന്നത്. നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്ന മറ്റുള്ള കാര്യങ്ങളൊന്നും നിങ്ങൾ കാണുന്നില്ല. ഓക്കെ, നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നതൊക്കെ പ്രോപ്പറായിട്ട് വരുന്നില്ല. കാരണം നിങ്ങൾ എപ്പോഴും നിങ്ങൾക്ക് ആ ഒരു പെയിൻ മനസ്സിലുണ്ട്, അല്ലെങ്കിൽ നിങ്ങളെ റിജക്റ്റ് ചെയ്തതിൻ്റെ ആ ഒരു പെയിൻ നിങ്ങളുടെ മനസ്സിലുണ്ട്. സോ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നതൊന്നും റിയാലിറ്റിയിലേക്ക് വരുന്നില്ല, അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊന്നും റിയാലിറ്റിയിലേക്ക് വരുന്നുണ്ടാവില്ല. ഓൾറൈറ്റ്, സോ ഡെഫിനറ്റ്ലി നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നത് പാസ്റ്റ് എന്നുള്ള ആൾ തന്നെയാണ്. ഓക്കെ, പാസ്റ്റ് എന്നുള്ള വ്യക്തി തന്നെയാണ്. മേ ബി നിങ്ങൾ ആ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് മൂവ് ഓൺ ചെയ്യുന്ന സമയത്തായിരിക്കും ഇവർ നിങ്ങളുടെ ലൈഫിലേക്ക് തിരിച്ചു വരിക. ഓക്കെ, സോ നിങ്ങൾ മൂവ് ഓൺ, ഈ ഒരു കറക്റ്റ് സിറ്റുവേഷനിൽ നിങ്ങൾ ആ ഒരു സിറ്റുവേഷന് മൂവ് ഓൺ ചെയ്യുന്ന സമയമായിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾ അതിനും ഓക്കെ മാറി ചിന്തിക്കുന്ന ഒരു സമയമായിരിക്കും. ഓക്കെ, പക്ഷെ ആ സമയത്താണ് ഈ വ്യക്തി ഇനിയും നിങ്ങളുടെ ലൈഫിലേക്ക് വരിക, അല്ലെങ്കിൽ നിങ്ങൾ ആ ഒരു പെയിൻഫുൾ ആയിട്ടുള്ള സിറ്റുവേഷന് മൂവ് ഓൺ ചെയ്യുന്ന സമയത്താണ് അവർ നിങ്ങളുടെ ലൈഫിലേക്ക് തിരിച്ചു വരിക. സോ കാർഡ് നമ്പർ 1 സെലക്ട് ചെയ്ത ആൾക്കാർ നിങ്ങൾക്ക് അങ്ങനെ എസ്പെഷ്യലി റിലേഷൻഷിപ്പ് ഒക്കെ ഉണ്ടായിട്ടുള്ള ആൾക്കാരായിരിക്കും. ഓക്കെ, ഇൻ ദ പാസ്റ്റ്. സോ നിങ്ങളുടെ ലൈഫിലേക്ക് തിരിച്ചു വരുന്നത് നിങ്ങളെ പാസ്റ്റ് എന്നുള്ള വ്യക്തി തന്നെയാണ്. ഓക്കെ, പാസ്റ്റ് എന്നുള്ള വ്യക്തിയാണ്. സോ ഒരു സഡൻ ആയിട്ടുള്ള കോൺവെർസേഷൻ ഒക്കെ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. കാരണം നിങ്ങളായിട്ട് ബ്രേക്കപ്പ് ആയിട്ടുള്ള വ്യക്തിക്ക് അറിയാം ഇനിയും അവർക്ക് നിങ്ങളുടെ ലൈഫിൽ ഇനിയും ചാൻസ് ഉണ്ട്. നിങ്ങളുടെ ലൈഫിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇനിയും ആക്സെപ്റ്റ് ചെയ്യുന്ന അവർക്കൊരു കോൺഫിഡൻസ് ഉണ്ട്. ഓക്കെ, ഈവൻ തേർഡ് പാർട്ടി ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും, അവരുടെ ലൈഫിൽ വേറെ റിലേഷൻഷിപ്പ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പോലും അവർ നിങ്ങളുടെ ലൈഫിലേക്ക് വരുമ്പം ദേ നോ ദാറ്റ് യു വിൽ ആക്സെപ്റ്റ് ദം. ഓക്കെ, യു വിൽ വെൽക്കം ദം. സോ അങ്ങനെ ഒരു കോൺഫിഡൻസ് അവർക്ക് ഉണ്ട്. ഓൾറൈറ്റ്, സോ കാർഡ് നമ്പർ 1 സെലക്ട് ചെയ്ത ആൾക്കാർ നിങ്ങളുടെ ഡിസിഷനാണ്. നിങ്ങൾക്ക് ഈ ഒരു സിറ്റുവേഷന് മൂവ് ഓൺ ചെയ്യണോ, അല്ലെങ്കിൽ ഈ വ്യക്തിയിൽ നിന്ന് മൂവ് ഓൺ ചെയ്യണോ, അതല്ല എന്താ പറയുക ഇതിൽ തന്നെ സ്റ്റക്ക് ചെയ്ത് നിൽക്കണോ, നിങ്ങളുടെ ഓപ്ഷനാണ്. ഈ റിലേഷൻഷിപ്പിൽ മുന്നോട്ട് അങ്ങനെ കൊണ്ടുപോകുന്നത് അത്ര ഈസി ആയിട്ട് തോന്നുന്നില്ല. ഓക്കെ, കാരണം അത്ര ഈസി ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പായിട്ട് എനിക്ക് തോന്നുന്നില്ല. കാർഡ് നമ്പർ 1 സെലക്ട് ചെയ്ത ആൾക്കാർ നിങ്ങൾ ആ ഒരു സിറ്റുവേഷൻ, ഓക്കെ, നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ ആ ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള ഹോപ്പ് പോകുന്ന സമയത്താണ് ഈ വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നത്. ഓക്കെ, നിങ്ങൾ തമ്മിൽ ആ ഒരു റീയൂണിയൻ ഉണ്ടാവും, അല്ലെങ്കിൽ ഇനിയും നിങ്ങളുടെ ലൈഫിൽ ഒരുമിച്ച് സെലിബ്രേറ്റ് ചെയ്യുന്ന മൊമെന്റ്സ് ഉണ്ട്. ഓക്കെ, അത് മാരേജിലേക്ക് എത്താനുള്ള, റിലേഷൻഷിപ്പ് മാരേജിലേക്ക് എത്താനുള്ളത് കാണുന്നുണ്ട്. കാരണം ഈ ഒരു സിറ്റുവേഷൻ, ഓക്കെ, നിങ്ങൾ ബ്രേക്കപ്പ് ഒക്കെ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് ആ ഒരു സിറ്റുവേഷൻ മൂവ് ഓൺ ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല. നിങ്ങൾ ശ്രമിക്കുന്നുണ്ടാവും, പക്ഷെ നിങ്ങൾക്ക് അത് മൂവ് ഓൺ ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല. യു സ്റ്റിൽ തിങ്ക് അബൌട്ട് ദിസ് പേഴ്സൺ, അല്ലെ? നിങ്ങൾ മനസ്സുകൊണ്ട് കണക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ സോൾ ഒരുപാട് കണക്ട് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് ഈ വ്യക്തിയായിട്ട്. സോ ഡെഫിനറ്റ്ലി ഈ പേഴ്സൺ, നിങ്ങൾ പാസ്റ്റ് എന്നുള്ള വ്യക്തിയാണ് നിങ്ങളുടെ ലൈഫിലേക്ക് തിരിച്ചു വരുന്നത്. കാർഡ് നമ്പർ 1 സെലക്ട് ചെയ്ത ആൾക്കാർ നിങ്ങളിപ്പം വളരെ പെയിൻഫുൾ ആയിട്ടുള്ള സിറ്റുവേഷനിൽ കൂടെ പോകുന്ന ഒരു സമയമാണ്. ഓക്കെ, സോ നിങ്ങൾ ഓവർ തിങ്ക് ചെയ്യുന്ന, അല്ലെങ്കിൽ ഓവറായിട്ട് ഈ റിലേഷൻഷിപ്പിനെ പറ്റിയിട്ടായിരിക്കും, അല്ലെങ്കിൽ നിങ്ങളെ പറ്റിയിട്ടായിരിക്കും നിങ്ങൾ ഓവറായിട്ട് നെഗറ്റീവായിട്ട് ചിന്തിക്കുന്ന, അല്ലെങ്കിൽ ഓവർ ജഡ്ജ് ചെയ്യുന്ന ഒരു സമയം കൂടിയാണ്. ഓക്കെ, നിങ്ങളെ തന്നെ ജഡ്ജ് ചെയ്യുന്ന ഒരു സമയമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ അതേ സമയമാണ് നിങ്ങൾ ഓരോ കാര്യങ്ങളൊക്കെ ലൈഫിലേക്ക് മാനിഫെസ്റ്റ് ചെയ്യുന്നത്. സോ അതൊന്നും പ്രോപ്പർ ആയിട്ടല്ല നിങ്ങൾ ലൈഫിലേക്ക് മാനിഫെസ്റ്റ് ചെയ്യുന്നത്. സോ യു ഷുഡ് ബി വെരി കെയർഫുൾ വിത്ത് ദാറ്റ്. കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങളെ ഒരു നെഗറ്റീവ് തോട്ട്സ്, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ലെസ് ബിലീഫ്സ് ഒക്കെ നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ പ്രോപ്പറായിട്ട് നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നില്ല. ഓക്കെ, സോ നിങ്ങൾ കാര്യങ്ങളൊക്കെ ബാലൻസിങ്ങിലേക്ക് കൊണ്ടുവരണം. ആ ഒരു സ്ട്രെങ്ത്, ഓക്കെ, നിങ്ങളുടെ ഒരു സ്ട്രെങ്ത് നിങ്ങൾ മാക്സിമം യൂസ് ചെയ്യണം. നിങ്ങളുടെ ഒരു സ്ട്രെങ്ത്, നിങ്ങളുടെ ഒരു പവറൊക്കെ മാക്സിമം യൂസ് ചെയ്യേണ്ട ഒരു സമയമാണിത്. സോ ഡെഫിനറ്റ്ലി നിങ്ങളുടെ പാസ്റ്റ് എന്നുള്ള വ്യക്തിയാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ എക്സ്, അല്ലെങ്കിൽ നിങ്ങൾ റീസെൻ്റ് ആയിട്ട് ബ്രേക്കപ്പ് ആയിട്ടുള്ള വ്യക്തി തന്നെയാണ് നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നത്. ഓൾറൈറ്റ്,
സോ അതാണ് കാർഡ് നമ്പർ 1 സെലക്ട് ചെയ്ത ആൾക്കാർ. സിംഗിൾ, നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നത് നിങ്ങളുടെ പാസ്റ്റ് എന്നുള്ള അല്ലെങ്കിൽ നിങ്ങളായിട്ട് ഓൾറെഡി റിലേഷൻഷിപ്പിലുള്ള ആൾക്കാർ തന്നെയാണ് നിങ്ങളുടെ ലൈഫിലേക്ക് തിരിച്ചു വരുന്നത്. ഓൾറൈറ്റ്, സോ ലെറ്റ്സ് മൂവ് ടു നമ്പർ 2 നൗ. Hello, card number 2. Card number 2, singles. Who is coming towards you? Your next relationship when they are coming. Card number 2. Who is coming towards you? Your next relationship, are they from the past or new person? Card number 2 select ചെയ്ത ആൾക്കാർ. Your next relationship, singles. നിങ്ങൾ എപ്പോഴാണ് ഇനി നെക്സ്റ്റ് റിലേഷൻഷിപ്പിലാവുന്നത്? ആരായിട്ടാണ് നിങ്ങൾ റിലേഷൻഷിപ്പിലാവാൻ പോകുന്നത്? കാർഡ് നമ്പർ 2. Card number 2, who's coming towards you? Your next relationship, are they from the past or new person? Card number 2 select ചെയ്ത ആൾക്കാർ. Singles, who is coming towards you? ഓക്കെ, മേ ബി യു ആർ വെയിറ്റിംഗ് ഫോർ സമ്മൺ. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾ റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്ന ഒരു സമയം കൂടിയാണ്. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ വേറെ ആർക്കെങ്കിലും വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഒരുപാട് ഇഷ്ടം തോന്നിയിട്ടില്ല. ഓക്കെ, നിങ്ങൾക്ക് ഒരുപാട് അട്രാക്ഷൻ, അഡിക്ഷൻ ഒക്കെ ഫീലിങ്സ് ഒക്കെ തോന്നിയിട്ടുള്ള ആർക്കെങ്കിലും വേണ്ടിയിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നുണ്ടാവും. അതല്ലാന്നുണ്ടെങ്കിൽ യു ആർ വെയിറ്റിംഗ് ഫോർ എ റിലേഷൻഷിപ്പ്, വെയിറ്റിംഗ് ഫോർ സമ്മൺ. കാർഡ് നമ്പർ 2 സെലക്ട് ചെയ്യുന്ന ആൾക്കാർ. Who is coming towards you? സോ കാർഡ് നമ്പർ 2 സെലക്ട് ചെയ്ത ആൾക്കാർ, സോ നിങ്ങൾ ആർക്കെങ്കിലും വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ടാവും, എസ്പെഷ്യലി റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട്. ഓക്കെ, നിങ്ങൾ സിംഗിൾ ആയിട്ടുള്ള ആൾക്കാരാണ്. നിങ്ങളുടെ ലൈഫിലേക്ക് ആരെങ്കിലും അല്ലെങ്കിൽ നിങ്ങൾക്ക് സംസാരിക്കണം. ഓക്കെ, എസ്പെഷ്യലി നിങ്ങൾക്ക് ആ ഒരു റിലേഷൻഷിപ്പിലാവാനും അല്ലെങ്കിൽ ആൾക്കാരുടെ അടുത്ത് സംസാരിക്കാനും അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു പാർട്ട്ണർ, ഓക്കെ, നിങ്ങളുടെ റിലേഷൻഷിപ്പിലായിട്ടുള്ള ആ വ്യക്തിയായിട്ട് സംസാരിക്കാനുള്ളൊരു ആഗ്രഹം നിങ്ങൾക്ക് ഭയങ്കരമായിട്ടുണ്ട്. ഓക്കെ, നിങ്ങൾ എസ്പെഷ്യലി നിങ്ങളുടെ ലൈഫിലേക്ക് റിലേഷൻഷിപ്പ് ആഗ്രഹിക്കുന്ന വ്യക്തിയാണ്. ഓക്കെ, അതിന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്ന ആളാണ്. എസ്പെഷ്യലി നിങ്ങൾ വേറെ ആരെങ്കിലും നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇഷ്ടപ്പെട്ടുള്ള ആരെങ്കിലും ഉണ്ടാവും. ആ വ്യക്തിനെ നിങ്ങളുടെ ലൈഫിലേക്ക് ആഗ്രഹിക്കുന്ന ഒരു സമയം കൂടിയാണ്. ഓക്കെ, സോ ഒരുപാട് അതിനു വേണ്ടി വർക്ക് ചെയ്യുന്ന, അതുപോലെ തന്നെ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ മേ ബി മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ടാവാം, അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യുന്നുണ്ടാവാം. ഓക്കെ, എന്തെങ്കിലും ലൈഫിൽ ആ ഒരു ചേഞ്ച് ഉണ്ടാവാൻ വേണ്ടിയിട്ട് നിങ്ങൾ റൈറ്റ് പേഴ്സൺ നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ വേണ്ടിയിട്ട്, എസ്പെഷ്യലി നിങ്ങൾ ആർക്കെങ്കിലുമൊക്കെ വെയിറ്റ് ചെയ്യുന്ന ഒരു സമയം കൂടിയാണ്. ഓക്കെ, നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങൾ മനസ്സിൽ ആരെങ്കിലും ഉണ്ടാവും, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ആരെങ്കിലും ഉണ്ടാവും. ആ വ്യക്തിനെ അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ റിലേഷൻഷിപ്പിനൊക്കെ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്ന ആൾക്കാരാണ്. ഓൾറൈറ്റ്, അതുപോലെ തന്നെ നിങ്ങൾ ആരുടെയെങ്കിലും കോൺവെർസേഷനോ അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ ആയിട്ട് ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വ്യക്തിയായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ പാസ്റ്റ് എന്നുള്ള ആളായിരിക്കാം, ആ വ്യക്തിയായിട്ട് സംസാരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നുണ്ടാവും. ഓക്കെ, അവരായിട്ട് സംസാരിക്കാൻ വേണ്ടിയിട്ട് ആ ഒരു റൈറ്റ് മൊമെൻറ്റ് മേ ബി അവർ നിങ്ങളടുത്ത് ഓപ്പൺ ആവാൻ വേണ്ടിയിട്ട് നിങ്ങൾ മേ ബി വെയിറ്റ് ചെയ്യുന്ന ഒരു സമയം കൂടിയാണ്. ഓൾറൈറ്റ്, സോ കാർഡ് നമ്പർ 2 സെലക്ട് ചെയ്ത ആൾക്കാർ. സിംഗിൾസ്, ഹു ഇസ് കമ്മിങ് ടുവേർഡ്സ് യു? Card number 2, singles, who is coming towards you? Who is coming towards you, singles? സോ മേ ബി സ്നേഹത്തിൻ്റെ പേരിൽ നിങ്ങൾ ആരെങ്കിലും, അല്ലെങ്കിൽ നിങ്ങൾ ഓൾറെഡി റിലേഷൻഷിപ്പിലായിട്ടുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങളെ ആരെങ്കിലും
ലൈക്ക് റിലേഷൻഷിപ്പിലായിട്ടുള്ള ആൾ നിങ്ങളെ ഏതെങ്കിലും രീതിയിൽ നിങ്ങളായിട്ട് നിങ്ങളുടെ അടുത്ത് നിന്ന് എന്തെങ്കിലും ഹൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ടാവാം, അല്ലെങ്കിൽ എന്തെങ്കിലും സീക്രട്ട് ആയിട്ട് വെച്ചിട്ടുണ്ടാവാം, അല്ലെങ്കിൽ അവർ ഓപ്പൺ ആയിരുന്നില്ല. ഓക്കെ, അത് നിങ്ങളെ ഒരുപാട് വിഷമിപ്പിച്ചിട്ടുള്ള കാര്യമായിരിക്കും. അതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ക്ലാരിറ്റി, അല്ലെങ്കിൽ അതായിരിക്കും നിങ്ങൾ പാസ്റ്റിൽ നിങ്ങളായിട്ട് റിലേഷൻഷിപ്പിലുള്ള വ്യക്തിയായിട്ട് ബ്രേക്കപ്പ് ആവാനുള്ള റീസൺ എന്ന് പറയുന്നത് അതായിരിക്കും. അവർ ഓപ്പൺ ആയിരിക്കില്ല, ഒരു സീക്രട്ട് ആയിട്ട് എന്തെങ്കിലുമൊക്കെ വെച്ചിട്ടുണ്ടാവും. ഓക്കെ, നിങ്ങളടുത്ത് എന്തെങ്കിലും ഹൈഡൊക്കെ ചെയ്തിട്ടുണ്ടാവാം. നിങ്ങളായിട്ട് ഓൾറെഡി റിലേഷൻഷിപ്പിൽ ഉണ്ടായിരുന്ന ആൾ, ഓക്കെ, നിങ്ങൾ ഇഷ്ടപ്പെട്ടുള്ള വ്യക്തി മേ ബി ആ സമയത്ത് നിങ്ങൾ വേണ്ട രീതിയിൽ ട്രീറ്റ് ചെയ്തിട്ടുണ്ടാവില്ല, അവരെന്തെങ്കിലും നിങ്ങളടുത്ത് ഹൈഡ് ചെയ്തിട്ടുണ്ടാവാം. ഓക്കെ, റിലേഷൻഷിപ്പിൽ മേ ബി അവർക്ക് മൾട്ടിപ്പിൾ പാർട്ട്നേഴ്സ് ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ അവർ ഒരുപാട് ആൾക്കാരുടെ അടുത്ത് സംസാരിക്കുന്നുണ്ടാവും സീക്രട്ടായിട്ട്. അത് നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവില്ല. റിലേഷൻഷിപ്പിൽ നിങ്ങളുടെ എക്സിൻ്റെ കാര്യമാണ്, നിങ്ങൾ ഓൾറെഡി റിലേഷൻഷിപ്പിൽ ഉണ്ടായിരുന്ന ഒരാളുണ്ടായിരിക്കാം. ഓക്കെ, അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർ നിങ്ങളെ ഏതെങ്കിലും രീതിയിൽ ഹേർട്ട് ചെയ്തിട്ടുണ്ടാവും. എസ്പെഷ്യലി നിങ്ങളടുത്ത് ഓപ്പൺ ആയിരുന്നില്ല, അവരെന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഹൈഡ് ചെയ്തിട്ടുണ്ടാവാം, അല്ലെങ്കിൽ സീക്രട്ട് ആയിട്ട് ചെയ്തിട്ടുണ്ടാവും. നിങ്ങൾ അറിയാതെ അവരുടെ ലൈഫിൽ ഓരോ കാര്യങ്ങളൊക്കെ അവർ ചെയ്തിട്ടുണ്ടാവാം. അതിലൊരു ക്ലാരിറ്റി, അല്ലെങ്കിൽ അതിലൊരു കോൺവെർസേഷൻ നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് ഈ ഒരു വ്യക്തിന്ന് അവരായിട്ട് സംസാരിക്കാൻ, അല്ലെങ്കിൽ ഈ ഒരു കാര്യത്തിൽ എന്തെങ്കിലും ക്ലാരിഫിക്കേഷന് വേണ്ടിയിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, യു വോണ്ട് ടു ടോക്ക് ടു ദിസ് സെയിം പേഴ്സൺ അഗൈൻ. ഓക്കെ, ജസ്റ്റ് ടു ക്ലാരിഫൈ തിങ്സ്. അതുപോലെ തന്നെ നിങ്ങൾ ഈ വ്യക്തിനെ റിലേഷൻഷിപ്പിൽ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്ന ഒരു സമയം കൂടിയാണ്. ഓക്കെ, ഈ വ്യക്തിനെ നിങ്ങളുടെ ലൈഫിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന, അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്ന ഒരു സമയം കൂടിയാണ്. മേ ബി അവരായിട്ട് ക്ലാരിഫൈ ചെയ്യാനായിരിക്കും. ഓക്കെ, റിലേഷൻഷിപ്പിൽ കാരണം നിങ്ങളിപ്പോഴും ആ ഒരു സിറ്റുവേഷനിൽ സ്റ്റക്കാണ്. നിങ്ങൾ തമ്മിൽ ഓൾറെഡി റിലേഷൻഷിപ്പിൽ ഉണ്ടായിരുന്ന ആളുണ്ടാവും, നിങ്ങൾ ആ ഒരു റിലേഷൻഷിപ്പിൽ എപ്പോഴും സ്റ്റക്കാണ്. യു ആർ നോട്ട് ഏബിൾ ടു മൂവ് ഓൺ ഫ്രം ദി സിറ്റുവേഷൻ. അവരെന്തൊക്കെ സീക്രട്ട് ആയിട്ട് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾ ഈ ഒരു സിറ്റുവേഷനും നിങ്ങൾക്ക് മൂവ് ഓൺ ചെയ്യാൻ പറ്റുന്നില്ല. ഓക്കെ, ആരെങ്കിലും ഈ ഒരു റിലേഷൻഷിപ്പിൽ റിലേഷൻഷിപ്പിൽ ഉണ്ടായിരുന്ന ഒരാളായിട്ട് ആ റിലേഷൻഷിപ്പിൽ ആരെങ്കിലും ഒരാൾ, നിങ്ങളായിരിക്കാം അവരായിരിക്കാം, എന്തെങ്കിലും കാര്യം ഓപ്പൺ ആയിരുന്നില്ല. ഓക്കെ, സീക്രട്ട് ആയിട്ട് എന്തെങ്കിലും ചെയ്യുന്നുണ്ടായിരിക്കാം. അതിന്റെ പേരിലായിരിക്കാം ഈ റിലേഷൻഷിപ്പ് ബ്രേക്കപ്പ് ആയിട്ടുണ്ടായിരിക്കുക. മേ ബി അവരൊന്ന് കൂടുതൽ ആൾക്കാരായിട്ട് സംസാരിക്കുന്നുണ്ടാവും, ഒന്ന് കൂടുതൽ പാർട്ട്ണർ ആയിരിക്കാം, അല്ലെങ്കിൽ ഒന്ന് കൂടുതൽ റിലേഷൻഷിപ്പ് അവർക്ക് ഉണ്ടായിരിക്കാം. ഓക്കെ, ആ ഒരു കാര്യത്തിൽ നിങ്ങൾക്ക് ആ ഒരു ക്ലാരിഫിക്കേഷൻ വേണമായിരുന്നു. സോ യു ആർ അഗെയിൻ വെയിറ്റിംഗ് ഫോർ ദിസ് പേഴ്സൺ. ഓക്കെ, മേ ബി നിങ്ങൾക്ക് ഈ വ്യക്തിനെ തന്നെ നിങ്ങളുടെ ലൈഫിലേക്ക് വേണമെന്നുണ്ടായിരിക്കാം. കാരണം നിങ്ങൾക്ക് ഈ ഒരു സിറ്റുവേഷൻ നിങ്ങൾക്ക് മൂവ് ഓൺ ചെയ്യാൻ പറ്റുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ആ ഒരു ആളുടെ അടുത്ത് തോന്നുന്നുണ്ട് ഒരു പാഷൻ. ഓക്കെ, ആ ഒരു പാഷൻ, ആ ഒരു ഫിസിക്കൽ അട്രാക്ഷൻ ഒക്കെ നിങ്ങൾക്ക് ആ ഒരു വ്യക്തിനോട് സ്ട്രോങ് ആണ്. ദോ ദേ ഹാവ് അവരെന്തൊക്കെ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പോലും യു സ്റ്റിൽ വെയിറ്റിംഗ് ഫോർ ദം, റൈറ്റ്? ഹൂ ഈസ് കമ്മിങ് ടുവേർഡ്സ് യു? ആരാണ് നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നത്? ആർ ദേ ഫ്രം ദ പാസ്റ്റ് ഓർ ന്യൂ പേഴ്സൺ? How soon they are coming back to your life? Number 2. Who is coming towards your life? So again, card number 2 select ചെയ്ത ആൾക്കാർ, this is again നിങ്ങളായിട്ട് ഓൾറെഡി റിലേഷൻഷിപ്പിലുള്ള ആൾക്കാർ. ഓക്കെ, സോ നിങ്ങൾ തമ്മിൽ റിലേഷൻഷിപ്പിലുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ എക്സ് ആയിട്ട് നിങ്ങൾ റിലേഷൻഷിപ്പിൽ അങ്ങനെ ഒരു റിലേഷൻഷിപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളത് മേ ബി നിങ്ങൾ ഒരുമിച്ച് പഠിച്ചിട്ടുള്ള ആൾക്കാരായിരിക്കും, ഒരുമിച്ച് വർക്ക് ചെയ്തിട്ടുള്ള ആൾക്കാരായിരിക്കും, അല്ലെങ്കിൽ ഒരുമിച്ച് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ള ആൾക്കാരായിരിക്കും. നിങ്ങൾക്ക് വർഷങ്ങളായിട്ട് അറിയുന്ന ആൾക്കാരായിരിക്കും, അല്ലെങ്കിൽ ചെറുപ്പം മുതലേ അറിയാവുന്ന ആൾക്കാരായിരിക്കും. ഓക്കെ, സോ അത് റീയൂണിയനിലേക്കാണ് വരുന്നത്, റിലേഷൻഷിപ്പ് റീയൂണിയനിലേക്കാണ് വരുന്നത്. കാരണം ഈ സിറ്റുവേഷനിൽ എന്തൊക്കെ സംഭവിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പോലും, ഹൈഡ് സീക്രറ്റ്സ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പോലും, നിങ്ങൾക്ക് ഈ ഒരു സിറ്റുവേഷൻ, ഓക്കെ, എസ്പെഷ്യലി നിങ്ങൾക്ക് ഈ ഒരു സിറ്റുവേഷൻ മൂവ് ചെയ്യാൻ പറ്റുന്നില്ല. നിങ്ങളിപ്പോഴും ആ ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ ആൾക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, കാരണം നിങ്ങൾക്ക് ആ ആളുടെ അടുത്ത് തോന്നുന്ന ഒരു പാഷൻ, ഓക്കെ, ആ ഒരു ഡിസയർ, ഫിസിക്കൽ അറ്റാച്ച്മെന്റ് ഉണ്ട്, അത് മ്യൂച്വൽ ആണ്. നിങ്ങൾക്കും അവർക്കും സെയിം ആയിട്ടുള്ള കാര്യമാണ്. ഓക്കെ, നിങ്ങൾക്കും അവർക്കും ഒരേപോലെയുള്ള കാര്യമാണ്. നിങ്ങളുടെ ഫീലിങ്സ് അല്ലെങ്കിൽ ആ ഒരു അട്രാക്ഷൻ മ്യൂച്വൽ ആണ്. സോ
കാർഡ് നമ്പർ 2 സെലക്ട് ചെയ്ത ആൾക്കാർ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നത് നിങ്ങളുടെ പാസ്റ്റ് എന്നുള്ള ആൾ തന്നെയാണ്. ഈവൻ അവർക്കും ആ ഒരു സിറ്റുവേഷൻ മൂവ് ഓൺ ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല. ഓൾറൈറ്റ്. സോ ഈ ഒരു റിലേഷൻഷിപ്പിൽ അല്ലെങ്കിൽ നിങ്ങളായിട്ട് റിലേഷൻഷിപ്പിൽ ഉണ്ടായിരുന്ന ഒരാൾ, ഓക്കെ, കാർഡ് നമ്പർ 2 സെലക്ട് ചെയ്ത ആൾക്കാർ നിങ്ങളുടെ പാസ്റ്റ് എന്നുള്ള വ്യക്തിയാണ്. മേ ബി പാസ്റ്റിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ബാഡ് എക്സ്പീരിയൻസ് അവരുടെ അടുത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ടായിരിക്കാം, അല്ലെങ്കിൽ സീക്രറ്റ് ആയിട്ട് അവർ ഹൈഡ് ചെയ്തിട്ടുള്ള എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കാം. പക്ഷേ ഈ ഒരു സിറ്റുവേഷൻ ചേഞ്ച് ചെയ്യാണ്. ഓക്കെ, എസ്പെഷ്യലി നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു സിറ്റുവേഷൻ ചേഞ്ച് ചെയ്യുകയാണ്. കാരണം നിങ്ങൾ ഒരുപാട് പ്രാർത്ഥിക്കുന്ന ഒരു സിറ്റുവേഷൻ ആയിട്ടാണ് കാണുന്നത്. സോ ഡെഫിനറ്റ്ലി ഈ ഒരു റിലേഷൻഷിപ്പിൽ റീയൂണിയൻ ആണ് കാണിക്കുന്നത്. നിങ്ങൾ അഗെയിൻ നിങ്ങൾ റിലേഷൻഷിപ്പിലേക്ക് ആവും. ഓക്കെ, സോ കാർഡ് നമ്പർ 2 സെലക്ട് ചെയ്ത ആൾക്കാർ നിങ്ങളുടെ റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്ത റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് നിങ്ങളുടെ പാസ്റ്റ് എന്നുള്ള ആൾ തന്നെയാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ റീസെൻറ്റ് എക്സ് ആയിരിക്കാം. നിങ്ങളായിട്ട് ബ്രേക്കപ്പ് ആയിട്ടുള്ള വ്യക്തിയായിട്ട് തന്നെയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പ് വരുന്നത്. ഓൾറൈറ്റ്. ഈ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങൾ എപ്പോഴും സ്റ്റക്കാണ്. കാരണം നിങ്ങൾക്ക് ആ വ്യക്തിൻ്റെ അടുത്തുള്ള നിങ്ങളുടെ ഒരു നിങ്ങളുടെ ഒരു എക്സിൻ്റെ അടുത്തുള്ള ഒരു പാഷൻ, ഓക്കെ, യു ആർ നോട്ട് ഏബിൾ ടു ലെറ്റ് ഗോ ഓഫ് ദാറ്റ്. ഓക്കെ, എസ്പെഷ്യലി യു ആർ മിസ്സിങ് ദെയർ പ്രസൻസ്. അവരുടെ പ്രസൻസ് നിങ്ങൾക്ക് മിസ് ചെയ്യുന്നുണ്ടാവാം. അവരെ തന്നെ നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങൾ ആഗ്രഹിക്കുകയാണ്. ഓക്കെ, സോ കാർഡ് നമ്പർ 2 സെലക്ട് ചെയ്ത ആൾക്കാർ നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങളുടെ നെക്സ്റ്റ് റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് നിങ്ങളുടെ പാസ്റ്റിൽ തന്നെയുള്ള ആളാണ്, നിങ്ങളുടെ എക്സ് തന്നെയാണ്, അല്ലെങ്കിൽ നിങ്ങളായിട്ട് ബ്രേക്കപ്പ് ആയിട്ടുള്ള ആൾക്കാർ തന്നെയാണ്. ഓൾറൈറ്റ്. നിങ്ങൾ തമ്മിൽ ആ ഒരു സോൾ കണക്ഷനൊക്കെ തോന്നിയിട്ടുള്ള ആൾക്കാരാണ്, ഒരുപാട് അറിയാവുന്ന ആൾക്കാരാണ്. അതല്ലാന്നുണ്ടെങ്കിൽ ഒരുപാട് അറിയാവുന്ന നിങ്ങൾക്ക് തോന്നുന്ന റിലേഷൻഷിപ്പാണ്. ഓക്കെ, വർഷങ്ങളായിട്ട്, ഈവൻ കുറച്ച് കാലത്ത് ബന്ധമാണെന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് വർഷങ്ങളായിട്ട് ഈ ഒരു വ്യക്തിനെ അറിയാം, അല്ലെങ്കിൽ കണ്ടിട്ടുണ്ട്, പരിചയമുണ്ട് എന്നുള്ളൊരു തോന്നലുള്ള ഒരു റിലേഷൻ, അല്ലെങ്കിൽ തോന്നിക്കുന്ന ഒരു റിലേഷൻഷിപ്പാണിത്. ഓൾറൈറ്റ്. സോ കാർഡ് നമ്പർ 2 നിങ്ങളുടെ ലൈഫിലേക്ക് തിരിച്ചു വരുന്നത് നിങ്ങളുടെ പാസ്റ്റ് എന്നുള്ള ആൾ തന്നെയാണ്, നിങ്ങളുടെ എക്സ് തന്നെയാണ് നിങ്ങളുടെ ലൈഫിലേക്ക് തിരിച്ചു വരുന്നത്. Alright, let's move to number 3 now. Hello, card number 3. Select the alkar singles. Who is coming towards you? Your next relationship. Who is coming towards you? Card number 3. Select the alkar single. Who is coming towards you? Your next relationship. Alright. Card number 3. Who is coming towards you? Your next relationship. Number 3. Who is coming towards you? Your next relationship. Singles, who is coming towards you? Your next relationship. Who is coming towards you? Singles, your next relationship. Singles, who is coming towards you? ആരാണ് നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നത്? അത് ഫ്രം ദ പാസ്റ്റ് ഓർ ന്യൂ പേഴ്സൺ? Who's coming towards you? Who is coming towards you? Group number 3. Group number 3, who is coming towards you? All right. So group number 3, all right. So നിങ്ങൾക്ക് എന്തെങ്കിലും പെയിൻഫുൾ ആയിട്ടുള്ള സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ടാവും. ഓഫ് കോഴ്സ് നിങ്ങളുടെ എന്തെങ്കിലും പാസ്റ്റ് റിലേഷൻഷിപ്പ് ആയിരിക്കാം. ഓക്കെ, എക്സ് ആയിരിക്കാം, നിങ്ങൾക്ക് ഓൾറെഡി റിലേഷൻഷിപ്പിൽ ഉണ്ടായിരുന്ന ആളായിരിക്കാം. ഓക്കെ, സോ ആ ഒരു പെയിൻഫുൾ സിറ്റുവേഷൻ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ടാവും, ഓർ സ്റ്റിൽ നിങ്ങൾ ആ ഒരു സിറ്റുവേഷനിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരാണ്. ഓൾറൈറ്റ്. സോ ആ ഒരു നിങ്ങൾ ആ വ്യക്തിക്ക് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നിങ്ങൾ റിലേഷൻഷിപ്പിൽ ഉണ്ടായിരുന്ന ആൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്തിട്ടുണ്ടാവാം, അല്ലെങ്കിൽ ആ വെയിറ്റ് ചെയ്യുന്ന ഒരു പെയിൻഫുൾ ആയിട്ടുള്ള സിറ്റുവേഷനിലൂടെ പോകുന്ന ഒരു സമയം കൂടിയായിരുന്നു. നിങ്ങൾക്ക് ഒരുപാട് വിഷമം ഉണ്ടാകുന്ന ഒരു സിറ്റുവേഷനാണ്, മെൻ്റലി ഒക്കെ ഒരുപാട് വിഷമിക്കുന്ന ഒരു സിറ്റുവേഷൻ ആയിരുന്നു. ഓക്കെ, സോ ആ ഒരു പെയിൻഫുൾ ആയിട്ടുള്ള സിറ്റുവേഷനൊക്കെ ചേഞ്ച് ആവുകയാണ്. ഓക്കെ, ഇതൊരു ബ്ലെസ്സിങ്സ് പോലെ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നതാണ്. ഇറ്റ്സ് എ ന്യൂ റിലേഷൻഷിപ്പ്. നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നത് പുതിയ റിലേഷൻഷിപ്പാണ്. സീരിയസ് ആയിട്ട് നിങ്ങൾ തമ്മിൽ ആ ഒരു സീരിയസ് കമ്മിറ്റ്മെൻറ്റിന് വേണ്ടിയിട്ട് വരുന്ന, അല്ലെങ്കിൽ നിങ്ങളായിട്ട്
നിങ്ങളുമായിട്ട് ഒരു സീരിയസ് കമ്മിറ്റ്മെന്റ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു സീരിയസ് കമ്മിറ്റ്മെന്റ് തരുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നത്. ഇറ്റ്സ് എ ന്യൂ ബിഗിനിങ്. ഓക്കെ, ന്യൂ ബിഗിനിങ് ആണ്, ന്യൂ സ്റ്റാർട്ട് ആണ്. ഒരുപാട് ട്രാവൽ ഒക്കെ ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന വ്യക്തിയാണ് നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നത്. അതുപോലെ തന്നെ പെറ്റ്സിനൊക്കെ ഇഷ്ടമുള്ള ആൾക്കാരാണ് നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നത്. ജോലി, ഓക്കെ, ജോലിയിലൊക്കെ ഒരുപാട് ഫോക്കസ്ഡ് ആയിട്ടുള്ള ആൾക്കാരാണ് നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നത്. നിങ്ങളുടെ ന്യൂ പേഴ്സൺ ആണ്. ഓക്കെ, പാസ്റ്റ് എന്നുള്ള ആളല്ല. കാർഡ് നമ്പർ 3 സെലക്ട് ചെയ്ത ആൾക്കാർ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നത് പുതിയ ആളാണ്. ഇറ്റ്സ് എ ന്യൂ ബിഗിനിങ് ഓഫ് യുവർ റിലേഷൻഷിപ്പ്. ഓക്കെ, സോ നിങ്ങൾക്ക് ഒരു പെയിൻഫുൾ ആയിട്ടുള്ള സിറ്റുവേഷൻ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിരുന്നു, പക്ഷേ ആ ഒരു സിറ്റുവേഷനൊക്കെ നിങ്ങൾക്ക് ചേഞ്ച് ആവാൻ പോവുകയാണ്. ഓൾറൈറ്റ്, നിങ്ങളെ അത്രയും കെയർ ചെയ്യുന്ന അല്ലെങ്കിൽ നിങ്ങളെ ഒരു പ്രഷ്യസ് ആയിട്ട് കാണുന്ന അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു കമ്മിറ്റ്മെന്റ് തരുന്ന റിലേഷൻഷിപ്പാണ് ഇനി നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നത്. അതൊരു ബ്ലെസ്സിങ്സ് ആണ്. ഓക്കെ, നിങ്ങൾ ഈ ഒരു ഇത്രയും നിങ്ങൾ പോയിക്കൊണ്ടിരുന്ന ഒരു സ്ട്രഗിൾ ഉണ്ടായിരിക്കാം. സോ അതിനുള്ളൊരു പേ ആണ് ആക്ച്വലി, ഒരു ബ്ലെസ്സിങ്സ് ആണ്, യൂണിവേഴ്സിന്റെ ഒരു ബ്ലെസ്സിങ് ആണ് ഈ ഒരു റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്. കാരണം നിങ്ങളുടെ പാസ്റ്റിൽ നിങ്ങൾ ഒരുപാട് പെയിൻഫുൾ ആയിട്ടുള്ള സിറ്റുവേഷനിൽ കൂടെ പോയിട്ടുണ്ട്. സോ ഫൈനലി നിങ്ങൾക്ക് ആ ഒരു കമ്മിറ്റ്മെന്റ് തരുന്ന വ്യക്തിയാണ് നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നത്. ഓക്കെ, ആ ഒരു കമ്മിറ്റ്മെന്റ് നിങ്ങളെ പ്രഷ്യസ് ആയിട്ട് കാണുന്ന ആളാണ് നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നത്. Who is coming towards you? അവരെങ്ങനെയുള്ള ആൾക്കാരാണ് തരാറ്? കാർഡ് നമ്പർ 3 സെലക്ട് ചെയ്ത ആൾക്കാർ നിങ്ങളുടെ ലൈഫിലേക്ക് ഡെഫിനറ്റ്ലി നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നത് ന്യൂ പേഴ്സൺ. ഓക്കെ, ന്യൂ ലവ്, ഇറ്റ്സ് എ ന്യൂ പേഴ്സൺ. അഡ്വഞ്ചർ, ട്രാവലിംഗ് ഒക്കെ ഇഷ്ടമുള്ള ആൾക്കാരാണ് നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നത്. അതുപോലെ തന്നെ നിങ്ങളുടെ ഒരു ഫിസിക്കൽ ബ്യൂട്ടി അല്ലെങ്കിൽ ഫിസിക്കലായിട്ടുള്ള സൗന്ദര്യം കണ്ടിട്ടല്ല നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നത്. ഓക്കെ, നിങ്ങളൊരു പോസിറ്റീവ് സൈഡ് കണ്ടിട്ടാണ്. ഓക്കെ, നിങ്ങളുടെ ഒരു നേച്ചർ അവർക്ക് ഇഷ്ടപ്പെട്ടിട്ടാണ് അവർ നിങ്ങളുടെ ലൈഫിലേക്ക് വരിക. സോ ആ ഒരു പാഷൻ, നിങ്ങളോടുള്ള ഒരു പാഷൻ അല്ലെങ്കിൽ നിങ്ങളെ പൊതുവേ ഉള്ള ഒരു നേച്ചർ. ഓക്കെ, നിങ്ങൾ എന്താണോ അത് ഇഷ്ടപ്പെട്ട് നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്ന വ്യക്തിയാണിത്. ഇറ്റ്സ് എ ന്യൂ ലവ്. മേ ബി നിങ്ങൾക്ക് അറിയാവുന്ന ആൾക്കാരായിരിക്കും, പക്ഷെ നിങ്ങൾ ഒരിക്കലും സ്നേഹം അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്തിട്ടുണ്ടാവില്ല. ഓക്കെ, റൊമാൻറ്റിക്കലായിട്ട് അല്ലെങ്കിൽ റിലേഷൻഷിപ്പിൽ ദിസ് ഇസ് എ ന്യൂ പേഴ്സൺ കമ്മിങ് ഇൻ ടു യുവർ ലൈഫ്. സോ അവരൊരു കമ്മിറ്റ്മെന്റ്, ഒരു സീരിയസ് കമ്മിറ്റ്മെന്റും കൂടിയാണ് നിങ്ങൾക്ക് തരുന്നത്. നിങ്ങൾക്ക് വിഷമാവുന്ന എന്തെങ്കിലും സിറ്റുവേഷൻ ഉണ്ടാവും. ഓക്കെ, നിങ്ങൾ ഒരുപാട് പെയിൻഫുൾ ആയിട്ടുള്ള അല്ലെങ്കിൽ നിങ്ങളിപ്പോഴും ഓർത്ത് വിഷമിപ്പിക്കുന്ന എന്തെങ്കിലും പാസ്റ്റ് നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടാവും. പാസ്റ്റ് റിലേഷൻഷിപ്പ് ആയിരിക്കാം, അതിപ്പോഴും നിങ്ങളുടെ മനസ്സിലുണ്ട്. ഓക്കെ, ഇപ്പോഴും നിങ്ങൾ ആ സിറ്റുവേഷനിൽ സ്റ്റക്കാണ്, നിങ്ങൾക്ക് ആ ഒരു ലോൺലിനെസ് ഫീൽ ചെയ്യുന്നുണ്ട്. എസ്പെഷ്യലി ലോൺലിനെസ്, ലോസ്റ്റ് ആയിട്ടുള്ള ഫീലിങ്സ് നിങ്ങൾക്ക് ഇപ്പോഴും ഉണ്ട്. സോ യു ഹാവ് ടു മൂവ് ഔട്ട് ഫ്രം ദ സിറ്റുവേഷൻ. ഓക്കെ, നിങ്ങൾ ആ ഒരു സിറ്റുവേഷന് മൂവ് ഓൺ ചെയ്യണം. കാരണം നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങൾ ഇത്രയും കാലത്തെ ഒരു സ്ട്രഗിൾ, ഓക്കെ, അതിനുള്ളൊരു ബ്ലെസ്സിങ് പോലെയാണ് ഈ റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ഈ വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നത്. ഇറ്റ്സ് എ ന്യൂ പേഴ്സൺ. കമ്മിറ്റ്മെന്റ് ആണ്. ആ ഒരു റിലേഷൻഷിപ്പിലാവുന്നതിൻ്റെ അവരുടെ ഇന്റൻഷൻ എന്ന് പറയുന്നത് തന്നെ നിങ്ങളായിട്ട് കമ്മിറ്റ് ചെയ്യുക, നിങ്ങളായിട്ട് ന്യൂ സ്റ്റാർട്ട്, ഓക്കെ, ന്യൂ ബിഗിനിങ് അല്ലെങ്കിൽ ന്യൂ റിലേഷൻഷിപ്പ് ഒക്കെ തുടങ്ങുക. ലൈഫ് ലോങ് കമ്മിറ്റ്മെന്റ് ആണ് അവർ, അതിനായിട്ടാണ് അവർ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നത്. ഒരു പാഷൻ നിങ്ങളെടുത്തുണ്ട്. ഓക്കെ, സോ ലൈഫ് എൻജോയ് ചെയ്യുന്ന ആൾക്കാരാണ്. സോ ഒരുപാട് ട്രാവലിംഗ് ഒക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ്. അതുപോലെ തന്നെ നിങ്ങൾ ഒരുപാട് അല്ലെങ്കിൽ ഈ റിലേഷൻഷിപ്പ് ഒരുപാട് പ്രഷ്യസ് ആയിട്ട് കാണുന്ന വ്യക്തിയാണ്. മേ ബി അവർക്ക് നിങ്ങളോട് ഇഷ്ടം ഉണ്ടായിരിക്കാം, മേ ബി അവർ നിങ്ങളടുത്ത് ഓപ്പൺ ആയിട്ട് അത് പറഞ്ഞിട്ടുണ്ടാവില്ല. അങ്ങനത്തെ കൈൻഡ് ഓഫ് റിലേഷൻഷിപ്പ് ആയിരിക്കാം. നിങ്ങൾക്ക് ഓൾറെഡി അറിയാവുന്ന ആൾക്കാരായിരിക്കാം, പക്ഷെ അവർ ഓപ്പൺ ആയിട്ട് റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ നിങ്ങളോടുള്ള ഇഷ്ടം അവർ മേ ബി നിങ്ങളടുത്ത് ഓപ്പൺ ആയിട്ട് പറഞ്ഞിട്ടുണ്ടാവില്ല. ഇത് റിലേഷൻഷിപ്പിലേക്ക് വരുമ്പം പുതിയതാണ്. മേ ബി നിങ്ങൾക്ക് പരിചയമുള്ള ആൾക്കാരായിരിക്കാം. ഈ റിലേഷൻഷിപ്പ് അവർ ലവ് എക്സ്പ്രസ് ചെയ്യുന്നത് മേ ബി ഫോർ ദ ഫസ്റ്റ് ടൈം. ഓക്കെ, അതല്ലാന്നുണ്ടെങ്കിൽ ന്യൂ പേഴ്സൺ ആണ് നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നത്. സോ ഡെഫിനറ്റ്ലി പാസ്റ്റ് എന്നുള്ള നിങ്ങളുടെ എക്സോ വൈയോ ഒന്നല്ല നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നത്. ദിസ് ഇസ് എ ന്യൂ പേഴ്സൺ. ഓക്കെ, നിങ്ങൾക്ക് ഓൾറെഡി അറിയാവുന്നുണ്ടെന്നുണ്ടെങ്കിൽ പോലും റിലേഷൻഷിപ്പിൽ ഇത് ന്യൂ ആയിട്ടുള്ള ആളാണ്. അത് ഒരു സീരിയസ് കമ്മിറ്റ്മെന്റ് ആയിട്ടാണ് നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നത്. ഓക്കെ, സോ നിങ്ങൾ ഒരുപാട് എൻജോയ് ചെയ്യാൻ പോകുന്ന കൈൻഡ് ഓഫ് റിലേഷൻഷിപ്പാണ്. ഓക്കെ, നമുക്ക് ആ ഒരു കമ്മിറ്റ്മെന്റ് ആണ് വേണ്ടത്. അതെല്ലാം നിങ്ങൾക്ക് തരുന്ന ഒരാളാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ ഫിസിക്കലായിട്ടുള്ള സൗന്ദര്യം കണ്ടിട്ട് വരുന്ന അല്ലെങ്കിൽ അങ്ങനെ ആഗ്രഹിച്ച് വരുന്ന വ്യക്തിയല്ല. നിങ്ങളുടെ ആ ഒരു സ്ട്രെങ്ത് അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു പവർ, നിങ്ങളുടെ ആ ഒരു പോസിറ്റീവ് സൈഡ് കണ്ടിട്ട് നിങ്ങളുടെ പാസ്റ്റ് എന്താണെന്നൊക്കെ മനസ്സിലാക്കിയിട്ട് നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്ന വ്യക്തിയാണ് ഇത്. ഓൾറൈറ്റ്, സോ ദിസ് എ വെരി സ്ട്രോങ് ഫീലിംഗ് ആണ് എനിക്ക് കാർഡ് വായിക്കുമ്പോൾ കിട്ടുന്നത്. കാർഡ് നമ്പർ 3. ഓക്കെ, സോ കാർഡ് നമ്പർ 3 ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് അറിയുന്ന വ്യക്തിയാണ് നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നത്. ഓക്കെ, ഇറ്റ്സ് കംപ്ലീറ്റ്ലി
ന്യൂ സ്റ്റാർട്ട്, ഇത് നിങ്ങളുടെ ലൈഫിൻ്റെ ന്യൂ സ്റ്റാർട്ടാണ്, ന്യൂ പേജ്. ഓക്കെ, നിങ്ങൾ ഇതുവരെ എക്സ്പീരിയൻസ് ചെയ്യാത്ത കാര്യം, നിങ്ങൾ മേ ബി ലൈഫൊക്കെ ഭയങ്കര സീരിയസ് ആയിട്ട്, റിലേഷൻഷിപ്പൊക്കെ ഭയങ്കര സീരിയസ് ആയിട്ട് കാണുന്ന ഒരാളായിരിക്കാം. പക്ഷേ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്ന ആൾ നിങ്ങളുടെ ലൈഫ് കംപ്ലീറ്റ്ലി ചേഞ്ച് ചെയ്യാൻ പോവാണ്. ആൻഡ് ട്രസ്റ്റ് മീ, യു വിൽ ലവ് ദിസ്. ഓക്കെ, യു ലവ് ദിസ് പേഴ്സൺ, യു വിൽ ലവ് ദിസ് ലൈഫ് വിത്ത് ദിസ് പേഴ്സൺ. ഓൾറൈറ്റ്, സോ ഭയങ്കര ഒരു പോസിറ്റീവായിട്ടുള്ള എനർജിയാണ് കാർഡ് നമ്പർ 3 എനിക്ക് ഈ റീഡിങ് വായിക്കുമ്പം കിട്ടുന്നത്. സോ ദിസ് ഈസ് റിയലി അമേസിങ്. നിങ്ങളിപ്പോൾ കറൻ്റ്ലി ഒരുപാട് പെയിൻഫുൾ ആയിട്ടുള്ള സിറ്റുവേഷനിലൊക്കെ പോവുകയാണെന്നുണ്ടെങ്കിൽ പോലും ട്രസ്റ്റ് മീ, നിങ്ങളുടെ ലൈഫ് കംപ്ലീറ്റ്ലി ചേഞ്ച് ആവാൻ പോവാണ് ഈ വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് വരുമ്പം. ഓക്കെ, സോ പോസിറ്റീവായിട്ടിരിക്കുക, ഹാപ്പി ആയിട്ടിരിക്കുക, റെഡി ആയിട്ടിരിക്കുക ബ്ലെസ്സിങ്ങിന് വേണ്ടിയിട്ട്, ആ ഒരു റിലേഷൻഷിപ്പിന് വേണ്ടി, ആ ഒരു സ്നേഹത്തിന് വേണ്ടി. ഇറ്റ്സ് എ ഡിവൈൻ ബ്ലെസ്സിങ്. ഓക്കെ, നിങ്ങൾ ആഗ്രഹിച്ചിട്ട് റിലേഷൻഷിപ്പായിട്ട് വരുന്ന ആളല്ല. ദിസ് ഈസ് കംപ്ലീറ്റ്ലി എ ബ്ലെസ്സിങ് ഫ്രം ദ യൂണിവേഴ്സ്. ഈ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്, ഈ വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് എന്ന് പറയുന്നത്, ഇറ്റ്സ് എ ബ്ലെസ്സിങ് ഗൈസ്. സോ ബി റെഡി ഫോർ ദാറ്റ്. സോ അതാണ് കാർഡ് നമ്പർ 3 നിങ്ങൾക്കുള്ള റീഡിങ്. സോ ഈ റീഡിങ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അടുത്തൊരു റീഡിംഗ് ആയിട്ട് വരുന്ന ഒരു ഫ്രണ്ട്സ്, ടേക്ക് കെയർ ആൻഡ്